പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പലായനം ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് ഭയന്നു വന്ന ആളുകൾക്ക് കുടിവെള്ളം കൊടുത്ത ജനപ്രതിനിധികളെ ഈ ദേശാഭിമാനിയും ഈ CPM-ഉം കളിയാക്കി വിളിച്ചത് മരണത്തിന്റെ വ്യാപാരികളെന്നാണ്. ഈ സംഭവത്തിൽ നിന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സർക്കാരിന് കഴിയില്ല. 2 മന്ത്രിമാരാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് പകരം അവിടെ വന്ന് പ്രസംഗിച്ചത്. അവിടെ അടച്ചിട്ട സ്ഥലമാണ്. അത് ഒരു തരത്തിലുള്ള പ്രവൃത്തി അതിൻ്റെ അകത്ത് നടക്കുന്നില്ല. അത് പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഒരു മനുഷ്യൻ അതിൻ്റെ അകത്തില്ല എന്ന് ആരാണ് മന്ത്രിമാർ പറഞ്ഞപ്പോഴാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത്. രക്ഷാപ്രവർത്തനം പിന്നീട് നടന്നത് ശ്രീ ചാണ്ടി ഉമ്മൻ വന്ന് ബഹളം ഉണ്ടാക്കിയതിന് ശേഷമാണ്. ആരാണ് മരണത്തിന്റെ വ്യാപാരികൾ? ഞങ്ങൾ ഉയർത്തിക്കാട്ടും. ഗവൺമെന്റിന്റെ തെറ്റുകളെ വിമർശിക്കുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർ ഹാരിസ് പറഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണതിന് ശേഷമാണോ ആരോഗ്യരംഗത്തെക്കുറിച്ച് ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയത്? ഞങ്ങളിത് കഴിഞ്ഞ കുറേ നാളുകളായി കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് ഇവർ ഈ വേഷം കെട്ട്. കോവിഡ് കാലത്ത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ച് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്ന് വിതരണം നടത്തിയാണ് സർക്കാർ ആശുപത്രിയിൽ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന്, കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം നടത്തിയ കൊള്ളക്കാരാണ് ഇവർ. എന്നിട്ട് 27,000 പേര് കോവിഡ് മൂലം മരിച്ചവരുടെ പേര് ഇവർ ഒളിപ്പിച്ചു വെച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ലോകത്ത് ഏറ്റവും നന്നായി കോവിഡിനെ നിയന്ത്രിച്ച സംസ്ഥാനം കേരളമാണ് എന്ന് PR പ്രൊപ്പഗാൻഡ നടത്തിയ ആള് ഇപ്പൊ അതേ പ്രൊപ്പഗാൻഡ തന്നെയാണ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ ഉള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല. മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല. 1100 കോടി രൂപ ഇപ്പൊ കൊടുക്കാനുണ്ട് ഗവൺമെന്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്. മെഡിക്കൽ സപ്ലൈസ് നിർത്തിവച്ചിരിക്കുകയാണ് പല കമ്പനികളും. അതിന് ഞങ്ങൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തണ്ടേ? ഞങ്ങൾ നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഡോക്ടർ ഹാരിസ് വന്ന് ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞ ആരോപണത്തിന് അടിവരയിട്ടു. ഇത് അനാസ്ഥ, കെടുകാര്യസ്ഥത കോട്ടയത്ത് നടന്നത് എന്തായിരുന്നു? എന്നിട്ട് എന്തെല്ലാം ന്യായീകരണങ്ങളായിരുന്നു. എന്നിട്ട് മന്ത്രിമാര് ഡോക്ടർ ഹാരിസിനെ ഭീഷണിപ്പെടുത്തുക, അത് നടന്നത്. ഒന്ന് ഒപ്പിട്ടു. പിന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വിരട്ടുകയാണ്. ഇത് നടക്കുന്ന ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സർക്കാരിനാകില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ പറയുന്നത്. ദേശാഭിമാനി എഡിറ്റോറിയലിനെയും അദ്ദേഹം വിമർശിക്കുകയാണ്. കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോവിഡ് സമയത്ത് പല കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിയിരുന്നു. PR വർക്ക് കൊണ്ടാണ് സർക്കാർ അതിനെയെല്ലാം നേരിട്ടത്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് ഹിന്ദു മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വീണ്ടും ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷം.